ലോ ആൻഡ് ഓർഡർ നോക്കേണ്ടത് പോലീസാണ്, ഈ സുരക്ഷാ ജീവനക്കാരല്ല. സുരക്ഷാ ജീവനക്കാർ മുഖ്യമന്ത്രിയെ തന്നെ നോക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവന് ഭയങ്കര സുരക്ഷ വേണ്ടേ, അല്ലെങ്കിൽ വലിയ കുഴപ്പമല്ലേ കേട്ടോ. ഇവരെയൊക്കെ ആർക്ക് വേണം യഥാർത്ഥത്തിൽ? അത് ആദ്യം ഒന്ന് ചിന്തിക്കുക. നമ്മളൊന്നും ആർക്കും ഒന്നും വേണ്ട. ഇതൊക്കെ ഈ അടുത്ത സമയത്ത് കാണാൻ തുടങ്ങിയതല്ലേ ഇതൊക്കെ. എനിക്ക് സുരക്ഷയ്ക്ക് ജീവനക്കാർ ഏതാണ്ട് 1995 മുതൽ 96 മുതൽ ഏതാണ്ട് 2017 വരെ 2019 വരെ എനിക്ക് ആളുകളുണ്ടായിരുന്നു. അപ്പം എനിക്ക് വേണ്ടി ആരെയും അടിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഇവരെ കൊണ്ടൊന്നും ഞാനും ആരെയും കൊണ്ട് ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല, ആരെയും ഉപദ്രവിപ്പിച്ചിട്ടില്ല, ഇത് ചെയ്യാം ഒന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഈ സുരക്ഷാ ജീവനക്കാരെ ഇങ്ങനെയൊക്കെ കാണുന്ന ഉടനെ തന്നെ ഇളകുകയാണ്. കാരണം ഇവരെ ഏതാണ്ട് വലിയ ആളായിപ്പോയെന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വരും. അത് പാടില്ല. യഥാർത്ഥത്തിൽ ജനങ്ങളാണ് ഇവിടുത്തെ, അവർ ജനങ്ങൾ പ്രജകളല്ല, ഇവർ രാജാക്കന്മാരല്ല എന്നൊരു കാഴ്ചപ്പാട് വേണം. എന്നിട്ട് ഈ സുരക്ഷാ ജീവനക്കാർ പോയിട്ട് എടുത്തിട്ട് അടിക്കുക. എന്നിട്ട് അടുത്തവൻ ഇങ്ങോട്ട് വന്നിട്ട് അവനും കൊടുത്തിട്ട് 2 എണ്ണം കൊടുത്തിട്ടങ്ങ് പോയി, വണ്ടി കയറി പോയി. ഒരു കാര്യവുമില്ല, വെറുതെ റോഡിൽ നിൽക്കുന്നവനെ ഉപദ്രവിക്കുകയാണ്. വേറെ ഏതാണ്ട് ഒരാളുടെ വീട് കയറി തല്ലി പൊളിച്ച് അയാളുടെ ഭാര്യയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവരെ തള്ളിയിട്ടു. ആലപ്പുഴ ഭാഗത്താണ്. എന്തു ചെയ്യും? അയാളുടെ വീട് കയറി മൊത്തം അടിച്ച് പൊളിച്ച് ഫർണിച്ചറുമൊക്കെ അടിച്ച് പൊളിച്ചിട്ടേക്കാണ്. ഇതൊക്കെ എന്തോ നടക്കുന്നത്? അയാൾ യൂത്ത് കോൺഗ്രസ്സുകാരനായി പോയെന്നുള്ളതാണ് അതിൻ്റെ സെക്രട്ടറിയോ ഏതാണ്ട് ആണ് അയാൾ. അത് KPCC സെക്രട്ടറിയോ ഏതാണ്ടാണ്. അത് പോയെന്നുള്ളതാണ് അയാളുടെ പേരിലുള്ള കുഴപ്പം. അതുകൊണ്ട് അയാളുടെ വീട്ടിലോട്ട് കയറി മൊത്തം അടിച്ചങ്ങ് നിരത്തി. ഇവർക്കൊക്കെ ഈ ഗുണ്ടകൾക്ക് ഇതിനുള്ള അധികാരം ആര് കൊടുത്തു? ഇതാര് ചെയ്യുന്നു? ഇത് ഗുണ്ടാരാജാണോ ഇവിടെ നടക്കുന്നത്? മുഖ്യമന്ത്രി ഇതിന് യഥാർത്ഥത്തിൽ കൂട്ടു നിൽക്കരുത്. ഇത് അദ്ദേഹം ഇപ്പോൾ ഈ യാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ, ഇത് മിക്കവാറും അവിടെ അവസാനിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രതിച്ഛായ ഒന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉണ്ടെങ്കിൽ അതും കൂടെ നഷ്ടപ്പെടും. ഇപ്പം തന്നെ മിക്കവാറും നഷ്ടപ്പെട്ടു തുടങ്ങി. ജനങ്ങൾക്ക് റോഡിൽ ഇറങ്ങാൻ വയ്യാതായി. കാരണം എവിടെ ആളുകൾ കൂടി നിന്നാലും അവരെ എടുത്തിട്ടടിക്കും. ഇന്നാളൊരു CPM കാരനെ അവനെടുത്തിട്ട് ചവിട്ടി നശിപ്പിച്ച് അവൻ ഒന്നും ചെയ്തല്ല, അവനെ ആൾ മാറി ഇടിച്ചതാ, റെഡിയാക്കി. ഇത് എടുത്തിട്ട് ചവിട്ടുകയാണ്. കാരണം ഇന്നാരെ എന്നൊന്നുമില്ല, അടിക്കാൻ ഒരാളെ പറഞ്ഞ് ആളുകളെ ഏർപ്പെടുത്തിയേക്കാണ്. അവന്മാർക്ക് ആരെങ്കിലും അടിക്കണം, അത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അവരെ തന്നെ അടിക്കും എന്ന് പറഞ്ഞതാണ്. അവിടെ അന്നേരം അടിക്കാൻ വേറെ ആരെയും കിട്ടിയില്ല. അതുകൊണ്ട് ഒരു ശക്തി കുറഞ്ഞ CPM കാരനെ തന്നെ എടുത്തിട്ട് ചവിട്ടി കൂട്ടി. അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ രീതിയിൽ ഈ സംസ്ഥാനത്തെ ഭരണം, പോലീസുകാരുടെ ജോലി DYFകാരെ ഏൽപ്പിക്കാൻ ഈ മുഖ്യമന്ത്രിക്ക് ആര് അധികാരം കൊടുത്തു? അത് നോക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഇവർക്ക് എന്താ അധികാരം ഈ രീതിയിൽ ജനങ്ങളെ ഉപദ്രവിക്കാൻ? ജനങ്ങളുടെ പ്രതിഷേധം എന്ന് പറയുന്നത് ആ സ്വരം കേൾക്കണ്ടേ? ഇവരും തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലേ? അപ്പോൾ ആലോചിക്കണം. ഈ രീതിയിൽ പോയിക്കൊണ്ടിരുന്നാൽ ഇത് വളരെ വളരെ ബുദ്ധിമുട്ട് ഇവർക്ക് തന്നെ ഉണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ ഇവർക്ക് ഉള്ള എന്തെങ്കിലും ഒരു പ്രതിച്ഛായ ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടെ ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പാദത്തിൻ്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരറിയുന്നില്ല കേട്ടോ. അത് തിരിച്ചറിയണം.